ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈക്ക് രണ്ട് യൂസസ് ഉണ്ട് കേട്ടോ. ഒന്ന്, ഇത് നല്ലൊരു ക്യൂട്ട്, നല്ലൊരു സ്മോൾ, നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു ബുക്ക് മാർക്കാണ്. പിന്നെ ഇത് ഒരു ഡെക്കറേഷൻ ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ ബ്രെത്തും 12 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാഫായിട്ടൊന്ന് മടക്കണം. അതേപോലെ തന്നെ വീണ്ടും ഹാഫായിട്ട് മടക്കണം. അപ്പോൾ ഇതേപോലെ ആകും. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു പിടിക്കുക. അപ്പോൾ ഇതേപോലെ ഓപ്പണിംഗ് ഉണ്ടാകും കേട്ടോ. ഇനി നമ്മളിത് ബോട്ടൊക്കെ ഉണ്ടാക്കും പോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ മടക്കണം, രണ്ട് സൈഡും മടക്കണം. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കും മടക്കണം. ബാക്ക് എന്തിനാണ് മടക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ബാക്ക് മടക്കുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ഒരു ഫിംഗർ ഉള്ളിലേക്ക് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്താൽ മതി. എങ്ങനെയാണെന്ന് നിങ്ങൾ അടുത്ത സൈഡ് കാണുമ്പോൾ ജസ്റ്റ് ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പോൾ ഇതേപോലെ മടക്കിയ നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിളും 2 റെക്റ്റാങ്കിളും കിട്ടും. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ ഒക്കെ ഇങ്ങനെ മടക്കണം. ട്രയാങ്കിൾ പോലെ മടക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതേപോലെ മടക്കിയാൽ നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ സൈഡിൽ ഗ്യാപ്പ് വേണം. നമ്മൾ ഇതേപോലെ തന്നെ ബാക്കും മടക്കാം. ബാക്ക് മടക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്താലായിട്ട് മതിയാകും. അപ്പോൾ നമ്മളുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും, ഇതാണോ ബട്ടർഫ്ലൈ? എവിടെ ബട്ടർഫ്ലൈ? ഇതൊന്ന് തിരിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് മടക്കുക. 2 സൈഡും മടക്കിയാൽ നമ്മളുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതേപോലെ മടക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിന് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലത്തെ ഡിസൈനാണ് ചെയ്തത്. ഒന്ന് മാർക്കറും പാനി കൊണ്ടും, ഒന്ന് വെറുതെ പാനി കൊണ്ടും.